ഞണ്ടും രാജകുമാരിയും. പണ്ട് പണ്ട് രാമപുരം കൊട്ടാരത്തിൽ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. കുമാരി കുളിക്കാനായി കൊട്ടാര വെളുപ്പിലുള്ള ഒരു താമര പൊയ്കയിലേക്കാണ് ദിവസവും പോകാറ്. ഒരു ദിവസം രാജകുമാരി കുളിക്കുമ്പോൾ കുമാരിയുടെ രത്നമാല മോഷ്ടിക്കാനായി ഒരു കള്ളൻ അവിടെ പതുങ്ങി നിന്നിരുന്നു. കുമാരിയുടെ തോഴിമാർ ഈ സമയം ദൂരെയുള്ള ഉദ്യാനത്തിൽ പൂവിറത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് തന്നെ അവസരമെന്ന് കരുതിയ കള്ളൻ വെള്ളത്തിൽ മുങ്ങി നിവർന്ന കുമാരിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചെടുക്കാൻ നോക്കി. മാലയ്ക്ക് നല്ല ബലമുണ്ടായതിനാൽ കള്ളന് അതിന് കഴിഞ്ഞില്ല. കള്ളൻ കുമാരിയെ പിടിച്ചു വലിക്കുന്നതും മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ പൊയ്കയിൽ താമസിച്ചിരുന്ന ഒരു ഞണ്ട് കണ്ടു. അത് വേഗം തന്നെ കള്ളന്റെ കാലിൽ ഇറുക്കി. വേദന കൊണ്ട് പുളഞ്ഞ കള്ളൻ കുമാരിയെ വിട്ട് ഓടിപ്പോയി. ഞണ്ടിനെ കണ്ട് കുമാരിക്ക് പേടിയായി. കുമാരിയുടെ പേടിച്ചരണ്ട മുഖം കണ്ട് ഞണ്ട് പറഞ്ഞു, കുമാരി പേടിക്കേണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. കള്ളന്റെ കയ്യിൽ നിന്ന് കുമാരിയെ രക്ഷിക്കാനാണ് ഞാൻ കള്ളനെ കടിച്ചത്. ഞണ്ട് സംസാരിക്കുന്നത് കണ്ട് കുമാരിക്ക് അത്ഭുതം തോന്നി. സംസാരിക്കുന്ന ഞണ്ടോ? താൻ സ്വപ്നം കാണുകയാണോ? കുമാരി വീണ്ടും സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഞണ്ട് പറഞ്ഞു, കുമാരി സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. കുമാരിയെ കള്ളനിൽ നിന്ന് രക്ഷിച്ചതിന് പകരമായി എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? കുമാരി ചോദിച്ചു. ഞണ്ട് പറഞ്ഞു, കുമാരി എന്നെ ഒരു പ്രാവശ്യം കയ്യിലെടുത്ത് ഒന്ന് തലോടാമോ? അത് കേട്ട് കുമാരി പുച്ഛത്തോടെ പറഞ്ഞു, നീ എന്നെ കള്ളനിൽ നിന്ന് രക്ഷിച്ചു എന്നത് ശരി തന്നെ. പക്ഷെ അതിനു പകരമായി ചേറിൽ പൂണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തിൽ ഞാൻ തലോടാൻ പറയുന്നത് കഷ്ടമാണ്. നാണമില്ലേ നിനക്ക് എന്നോട് ഇത് പറയാൻ? നിന്നെ കണ്ടിട്ട് തന്നെ അറയ്ക്കുന്നു. പിന്നെയാണോ ഞാൻ നിന്നെ കയ്യിലെടുത്ത് തലോടുന്നത്? അത് കേട്ട് ഞണ്ട് പറഞ്ഞു, കുമാരി അങ്ങനെയൊന്നും പറയരുത്. വൃത്തികെട്ട എൻ്റെ ഈ രൂപവും ഈശ്വരന്റെ സൃഷ്ടിയാണ്. ആർക്കും ആരെയും കുറ്റം പറയാനോ പരിഹസിക്കാനോ അവകാശമില്ല. സുന്ദരിയായിരിക്കുന്ന കുമാരിയും അടുത്ത ജന്മം ഇതിലും വൃത്തിഹീനമായ ഒരു ജീവിയായിട്ടായിരിക്കും ജനിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ഈ പൊയ്കയിൽ ഞാനൊന്ന് മുങ്ങി വരാം. അപ്പോൾ ഈ ചെളിയെല്ലാം പോകും. ഇത് കേട്ട് കുമാരി മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. ഞണ്ട് വേഗം പൊയ്കയിലിറങ്ങി കുളിച്ചു വന്നു. എങ്കിലും ആ വൃത്തികെട്ട ദേഹം കണ്ട് കുമാരിക്ക് അതിനോട് വെറുപ്പ് വന്നു. കുമാരി മുഖം തിരിച്ചു പിടിച്ച് ഞണ്ടിനെ കയ്യിലെടുത്ത് തലോടി. പെട്ടെന്ന് ഞണ്ട് സുന്ദരനായ ഒരു രാജകുമാരനായി മാറി. അത് കണ്ട് കുമാരി അത്ഭുതപ്പെട്ടു. അപ്പോൾ കുമാരൻ പറഞ്ഞു, ഒരു മഹർഷിയുടെ ശാപം മൂലമാണ് ഞാൻ ഞണ്ടായി മാറിയത്. ശാപമോക്ഷം കിട്ടണമെങ്കിൽ രാജവംശത്തിൽ പിറന്ന ഒരു കന്യകയുടെ തലോടൽ ഏറ്റാൽ മതിയെന്ന് മഹർഷി പറഞ്ഞിരുന്നു. ഒരു രാജകന്യകയെ നോക്കി ഞാൻ ഏറെ നാളുകളായി അലയുകയായിരുന്നു. അങ്ങനെ ഈ പൊയ്കയിലും എത്തി. എന്റെ ഭാഗ്യത്തിന് കുമാരി കുളിക്കാനായി ഇവിടെ വന്നു. കള്ളനിൽ നിന്ന് കുമാരിയെ രക്ഷിക്കാനും സാധിച്ചു. അതുവഴി എന്റെ ശാപമോക്ഷവുമായി. എനിക്ക് കുമാരിയെ വളരെ ഇഷ്ടമായി. ഞാൻ കുമാരിയെ വിവാഹം കഴിച്ചോട്ടെ? കുമാരി നാണത്തോടെ തലയാട്ടി. പിന്നെ രണ്ടുപേരും അച്ഛനമ്മമാരുടെ അനുവാദത്തോടെ വിവാഹിതരായി വളരെ കാലം സസുഖം വാണു.